ഹായ് ഓൾ, വെൽക്കം ടു കെമ്മഗിലം ഫീൽഡ് കെമിസ്ട്രി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NMR സ്പെക്ട്രോസ്കോപ്പി പാർട്ട് 4 ആണ്, കെമിക്കൽ ഷിഫ്റ്റ്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ നമ്മൾ എങ്ങനെയാണ് NMR സ്പെക്ട്രം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ, പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റെസൊണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ NMRലെ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്, ആ 3 ടേംസും നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 ടേംസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു മോളിക്യൂള് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്ര നമ്പർ ഓഫ് സിഗ്നൽസ് പോസിബിൾ ആണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മുന്നത്തെ വീഡിയോസിലെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ട് ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കെമിക്കൽ ഷിഫ്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് നമുക്കൊരു പ്രോട്ടോണിൻ്റെ കേസ് പറയാം. പ്രോട്ടോൺ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഹൈഡ്രജൻ NMRനെ കുറിച്ചിട്ടാണ്, H1 NMRനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പറയുന്ന തിയറീസ് ഒക്കെ നമ്മൾ ഹൈഡ്രജൻ NMRൻ്റെ ബേസിലായിരിക്കും പറയുക. അത് എല്ലാ ന്യൂക്ലിയസിനും അപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ ആ തിയറി തന്നെയാണ് എന്ത് നമ്മൾ C13 പറയുമ്പോൾ F19 പറയുമ്പോഴും ഏത് പറയുമ്പോഴും നമുക്ക് ഇതിൽ പറയുന്ന, അതായത് നമ്മൾ പ്രോട്ടോൺ NMR വെച്ചിട്ടാണ് എല്ലാ തിയറീസും പറയുക. അതന്നെ എല്ലാ ന്യൂക്ലിയസിനും എന്ത് ചെയ്യും, അപ്ലിക്കബിൾ ആയിട്ടാണ് പറയുക. അതുകൊണ്ടാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫ്രീ പ്രോട്ടോൺ എടുത്തു കഴിഞ്ഞാൽ ആ പ്രോട്ടോൺ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യും, റെസൊനേറ്റ് ചെയ്യും. എന്താണ് ഈ റെസൊനൻസ്, എങ്ങനെയാണ് സിഗ്നൽ കിട്ടുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്രീ പ്രോട്ടോൺ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യും, റെസൊനേറ്റ് ചെയ്യും. പക്ഷേ ഒരു മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിലത്തെ എല്ലാ പ്രോട്ടോൺസും എന്ത് ചെയ്യില്ല, ഒരേ ഫ്രീക്വൻസിയിൽ തന്നെ റെസൊനേറ്റ് ചെയ്യണമെന്ന് ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോട്ടോൺ ഉള്ള എൻവയോൺമെൻറ്റിനെ കൂടി നമ്മളത് ഡിപ്പെൻഡ് ചെയ്യും. അതായത് എൻവയോൺമെൻറ്റൽ എഫക്റ്റ് കാരണം പ്രോട്ടോൺ ആണെങ്കിൽ കൂടി അത് ഡിഫറെൻ്റ് ഫ്രീക്വൻസിയിൽ അതിന് റെസൊനേറ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി, അല്ലെങ്കിൽ റെസൊനേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിൽ ആയിരിക്കും. അതായത് നമ്മളിപ്പം ഒരു പ്രോട്ടോൺ എടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആ ഇലക്ട്രോൺസ് എല്ലാം എന്ത് ചെയ്യും, ആ പ്രോട്ടോണിനെ ഷീൽഡ് ചെയ്യും. എവിടെ നിന്നാണ് ഷീൽഡ് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തുനിന്ന് ഫീൽഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, നമ്മൾ പുറത്തുനിന്ന് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പ്രോട്ടോണിന് എന്ത് ചെയ്യുന്നു, പ്രോട്ടോൺ ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ആ ഫീൽഡ് അത് അബ്സോർബ് ചെയ്തിട്ട് വേണം ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കേസിൽ ഇലക്ട്രോൺസ് വരുന്ന സമയത്ത് ഇലക്ട്രോൺസ് എല്ലാം കൂടിയിട്ട് ഒരു ഇലക്ട്രോൺ സർക്കുലേറ്റ് ചെയ്ത് അതൊരു ലോക്കൽ ഡയാമാഗ്നറ്റിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇലക്ട്രോണിൻ്റെ ആ ഡയാമാഗ്നറ്റിക് കറണ്ട് കൊണ്ട് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിട്ട് വരും. ആ ഫീൽഡ് എപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടാവും. ഇപ്പോൾ ഈ ഫിഗർ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കൊടുത്തിട്ടുള്ള B0 ആണെന്ത്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡ്. അപ്പോൾ ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസ് ഉണ്ടാക്കുന്ന റിംഗ് കറണ്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിൽ, മുകളിലോട്ടുള്ള ഡയറക്ഷനിലാണ് എന്ത്, നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ആരോ മാർക്ക് നോക്കുക, ഇതിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് വിത്തിൻ ദ ഫീൽഡാണ്, അല്ലെങ്കിൽ വിത്ത് ദ സെയിം ഡയറക്ഷൻ ഓഫ് ഫീൽഡാണ്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇത് ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഉണ്ട്, ഈ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഈ ലോക്കൽ ഡയാമാഗ്നറ്റിക് കറണ്ടിൻ്റെ ഒരു റിസൾട്ട് ഉണ്ട് എന്ന് പറയുന്നത് ഈ സെൻറ്ററിലെ വരച്ചിട്ടുള്ള ഈ ആരോ മാർക്കാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ പറയുന്നത്. ബി ഇൻഡ്യൂസ്ഡ് എന്ന് പറയുന്ന ഒരു ഫീൽഡ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീൽഡ് അവിടെ ജനറേറ്റ് ചെയ്യും. ആ ഫീൽഡ് എപ്പോഴും എന്തായിരിക്കും, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രോട്ടോൺ എന്ത് ചെയ്യില്ല, നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു പ്രോട്ടോൺ അബ്സോർബ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്രീ ആയിട്ടിരിക്കുന്ന പ്രോട്ടോണിന് റെസൊനേറ്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഇലക്ട്രോണിൻ്റെ എൻവയോൺമെൻറ്റ് കാരണം അത് തന്നെ ഒരു ഫീൽഡ് എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് ഓപ്പോസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബി ഇൻഡ്യൂസ്ഡ് നമ്മൾ കൂടുതൽ കൊടുത്താലും മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ആ പ്രോട്ടോൺ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെസൊനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്രോട്ടോൺസ് നമ്മൾ ഷീൽഡഡ് പ്രോട്ടോൺസ് എന്ന് പറയും. ഇപ്പോൾ പ്രോട്ടോണിന് ഷീൽഡിങ് കുറവാണെങ്കിൽ, ഇപ്പോൾ ഒരു ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ട് എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെല്ലാം അതിൻ്റെ അടുത്തേക്ക് എടുക്കും. അപ്പോൾ ഹൈഡ്രജൻ്റെ അടുത്തുള്ള ഇലക്ട്രോൺ എൻവയോൺമെൻറ്റ് എന്തായിരിക്കും, കുറവായിരിക്കും. ആ സമയത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, അതിന് റെസൊനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, നമ്മളൊരു കോമ്പൗണ്ടിലോട്ടേക്ക് വരുമ്പം ഫ്രീ പ്രോട്ടോൺ റെസൊനേറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല എന്ത്, ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ള ഓരോ പ്രോട്ടോൺസും
റെസൊനേറ്റ് ചെയ്യുന്നത്. എല്ലാം എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും റെസൊനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ നമ്മൾ എഥനോൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സിഗ്നൽസ് കാണുക. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 3 ടൈപ്പ് സിഗ്നൽസ് പോസിബിൾ ആണ്. ഒന്ന് CH3 ഹൈഡ്രജൻ ഒരു സിഗ്നൽ തരും, CH2 ഹൈഡ്രജൻ ഒരു സിഗ്നൽ തരും, അതുപോലെ OH ഹൈഡ്രജൻസ് എന്ത് ചെയ്യും? ഒരു സിഗ്നൽ തരും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? 3 സിഗ്നൽസ് ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഞാൻ 3 സിഗ്നൽസ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു TMS എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആണ്, അല്ലെങ്കിൽ ഒരു റെഫറൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ സാധാരണ സ്കെയിലിൽ പറയുമ്പോൾ നമ്മൾ 0 തുടങ്ങിയിട്ട് 0 ഇപ്പുറത്തേക്ക് പോസിറ്റീവ് വാല്യൂ, 0 ഇപ്പുറത്തേക്ക് നെഗറ്റീവ് വാല്യൂ, അങ്ങനെ ഒരു 0 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഒരു റെഫറൻസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ. ഹൈഡ്രജൻ NMRൽ നമ്മൾ യൂസ് ചെയ്യുന്ന റെഫറൻസ് എന്ന് പറയുന്നത് TMS ആണ്, ടെട്രാമീഥൈൽ സിലിൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു 0, നമ്മൾ സ്കെയിലിൽ 0 പറയുന്ന പോലത്തെ ഒരു പോയിൻ്റാണ് ഇത് TMS എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഇവിടെ 3 സിഗ്നൽ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്ത് നോക്കുക. TMSന് തൊട്ടടുത്ത് കിടക്കുന്ന A എന്ന് പറയുന്ന പ്രോട്ടോണാണ്. അത് കഴിഞ്ഞിട്ടാണ് B എന്ന് പറയുന്ന പ്രോട്ടോൺ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് C എന്ന് പറയുന്ന പ്രോട്ടോൺ വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് ഈ ABC ഇങ്ങനെയാണ് ഉള്ളതെന്ന് നമുക്ക് എന്ത് വെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ? ആ പ്രോട്ടോണിൻ്റെ എൻവയോൺമെൻറ്റ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് ഇവിടെ CH3 എന്ന് പറയുന്ന CH3യിലെ പ്രോട്ടോൺസ് ഹൈലി ക്രൗഡഡ് ആണ്. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന ഫീൽഡ് അതിന് മതിയാവില്ല. എന്ത് ചെയ്യും? ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മതിയാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കൂടുതൽ ഫീൽഡ് അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യം വരും. അപ്പോൾ കൂടുതൽ ഫീൽഡ് അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ അപ്പ് ഫീൽഡ് എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മളതിനെ ഷീൽഡഡ് എന്ന് പറയും. അപ്പോൾ ഷീൽഡഡ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ അപ്പ് ഫീൽഡ് പ്രോട്ടോൺസ് എവിടെ വരും? TMSന് തൊട്ടടുത്ത് വരും. ഇപ്പോൾ OHന്റെ കേസ് നോക്കുക. OHന്റെ കേസ് നോക്കുന്ന സമയത്ത് അതിലത്തെ ഓക്സിജനും ഹൈഡ്രജനും ആണ് ഉള്ളത്. അപ്പോൾ ഓക്സിജൻ എന്താണ്? ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ എന്ത് ചെയ്യും? ആ പ്രോട്ടോൺസിനെയൊക്കെ അല്ലെങ്കിൽ ആ ഇലക്ട്രോൺസിനെയൊക്കെ ഓക്സിജന്റെ അടുത്തേക്ക് എടുക്കും. അപ്പോൾ ഹൈഡ്രജന് ചുറ്റുമുള്ള എൻവയോൺമെന്റ് എന്ന് പറയുന്നത് കുറവാണ്. അപ്പോൾ ഷീൽഡ് ചെയ്യുന്നത് എന്തായിരിക്കും? കുറവായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് എന്ത് മതി? കുറച്ച് ഫീൽഡ് കൊടുത്താൽ തന്നെ എന്ത് ചെയ്യും? അത് ഫ്ലിപ്പ് ചെയ്യും. അപ്പം അങ്ങനെ കുറച്ച് ഫീൽഡ് കൊടുത്തത് നമ്മൾ എന്ത് ചെയ്യും? TMSന്ന് ഒരുപാട് ദൂരേക്ക് എഴുതും. കൂടുതൽ ഫീൽഡ് നമ്മൾ കൊടുക്കുന്നതിന് TMSന്ന് അടുത്തെഴുതും. അപ്പം ഇങ്ങനെ നമ്മൾ ഒരു സിഗ്നലിന്റെ പൊസിഷൻ ഒരു TMSന്ന് എത്ര ദൂരത്ത് ഈ ഒരു പ്രോട്ടോൺസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം എന്ന് നമ്മൾ കണക്കാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുക. അല്ലെങ്കിൽ ആ ഒരു വാല്യൂവിനാണ് എന്ത് പറയുന്നത്? കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അപ്പ് ഫീൽഡ്, എന്താണ് ഡൗൺ ഫീൽഡ്, ഷീൽഡഡ് പ്രോട്ടോൺ, ഡീഷീൽഡഡ് പ്രോട്ടോൺ, TMS, ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് എന്താണ് നമ്മൾ കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്? ഒരു റെഫറൻസിൽ നിന്ന് ഒരു സിഗ്നലിന്റെ പൊസിഷൻ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരു പ്രോട്ടോണിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ആ പ്രോട്ടോൺ എന്ത് ചെയ്യും? കൂടുതൽ ഷീൽഡിങ്, ആ ഒരു പ്രോട്ടോൺ കൂടുതൽ ഷീൽഡഡ് ആണ് നമ്മൾ പറയും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ഫീൽഡ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പ്രോട്ടോൺ ഫ്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് സിഗ്നൽസ് കിട്ടുള്ളൂ. അങ്ങനെയുള്ള കേസിനെ നമ്മൾ അപ്പ് ഫീൽഡ് എന്ന് പറയും. അതായത് ഷീൽഡഡ് പ്രോട്ടോൺസ് ആണ് അപ്പ് ഫീൽഡിൽ ഉണ്ടാവുക. അപ്പ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TMSന് തൊട്ടടുത്തുള്ള റീജിയൻ ആണ് അപ്പ് ഫീൽഡ് എന്ന് പറയുന്ന റീജിയൻ. അതുപോലെ ഡൗൺ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോട്ടോണിൻ്റെ അടുത്തുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റിയിൽ കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല? നമുക്ക് ഷീൽഡിങ് കുറവായിരിക്കും. അങ്ങനെ ഇല്ലെങ്കിൽ ഡീഷീൽഡഡ് എന്ന് പറയും, ഡീഷീൽഡഡ് പ്രോട്ടോൺ എന്ന് പറയും. ആ കേസിൽ നമ്മൾ കുറച്ച് ഫീൽഡ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിനെ നമ്മൾ ഡൗൺ ഫീൽഡ് എന്ന് പറയും. ഡൗൺ ഫീൽഡ് എപ്പോഴും TMSന്ന് ദൂരെയായിരിക്കും. അപ്പ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ TMSന് തൊട്ടടുത്തായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ദ പൊസിഷൻ ഓഫ് എ സിഗ്നൽ ഫ്രം ദ റെഫറൻസ് ഈസ് കോൾഡ് കെമിക്കൽ ഷിഫ്റ്റ്. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു സിഗ്നലിൽ നിന്ന് റെഫറൻസിൽ നിന്ന് എത്ര ദൂരത്തിലാണ് ഒരു സിഗ്നൽ ഉള്ളത് അത് റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്ന വാല്യൂ. ഇനി നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ TMSനെ കുറിച്ചിട്ടാണ്. അപ്പോൾ TMS എന്ന് പറയുന്നത് പ്രോട്ടോൺ NMR, അതുപോലെ C13, അതുപോലെ സിലിക്കൺ, അതുപോലെ ടിൻ, ഇത്രയും NMR എടുക്കുന്ന സമയത്ത് നമ്മൾ ടെട്രാമീഥൈൽ സിലൈനാണ് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ വീഡിയോസിലെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ടെട്രാമീഥൈൽ സിലൈൻ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്? ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അതിൽ 12 പ്രോട്ടോൺസ് ഉണ്ട്. 12 പ്രോട്ടോൺസും ഈക്വലൻ പ്രോട്ടോൺസ് ആണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഒരു സിംഗിൾ സിഗ്നൽ ആയിരിക്കും തരിക.
ആ TMS എന്ന് പറയുന്നത് പോളാറിലും നോൺ പോളാർ സോൾവെൻസിലും സൊല്യൂബിൾ ആണ്. അതാണ് രണ്ടാമത്തെ ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഹൈലി ഷീൽഡഡ് ആയിട്ടുള്ള 12 ഈക്വലന്റ് പ്രോട്ടോൺസ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടി അതുകൊണ്ടാണ് നമ്മൾ അതിനെ 0 എന്ന് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ NMR പറയുന്ന കാലത്ത് അതായിരുന്നു ഏറ്റവും ഷീൽഡഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഉണ്ടായിട്ടുണ്ടായത്. പക്ഷേ പോർഫൈറിൻ കെമിസ്ട്രി ഒക്കെ വന്നതോടുകൂടി പോർഫൈറിൻസിന് എന്താണ് കെമിക്കൽ ഷിഫ്റ്റിൻ്റെ വാല്യൂ -2 ഒക്കെയാണ്. അപ്പം TMSനേക്കാൾ ഷീൽഡഡ് ആയിട്ടുള്ള പ്രോട്ടോൺസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിക്കരുത് TMSലാണ് ഏറ്റവും ഷീൽഡഡ് പ്രോട്ടോൺസ് എന്ന് വിചാരിക്കരുത്. TMSനേക്കാൾ ഷീൽഡഡ് ആയിട്ടുള്ള പ്രോട്ടോൺസ് വേറെയുണ്ട്. പക്ഷേ ഈ NMRന്റെ തുടക്കകാലത്തിൽ TMSലായിരുന്നു ഏറ്റവും കൂടുതൽ ഷീൽഡഡ് ആയിട്ടുള്ള പ്രോട്ടോൺസ് എന്ന് പറയുന്നത്. റിപ്പോർട്ടഡ് ആയിട്ട് ഉള്ള കോമ്പൗണ്ടാണ് TMS എന്ന് പറയുന്നത്. ഏറ്റവും ഷീൽഡഡ് ആയിട്ടുള്ള പ്രോട്ടോൺസ് ഉള്ള കോമ്പൗണ്ടായിരുന്നു TMS എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് 0 എന്നുള്ളൊരു വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആ 0നെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ TMSനേക്കാൾ ഷീൽഡഡ് ആയിട്ടുള്ള പ്രോട്ടോൺസിന് നമ്മൾ നെഗറ്റീവ് വാല്യൂസ് കൊടുക്കും. അങ്ങനെയുള്ളത് പോർഫൈറിൻ എന്നുള്ള കോമ്പൗണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ പോർഫൈറിനൊക്കെ TMSനേക്കാളും ഷീൽഡഡ് ആയിട്ടുള്ള പ്രോട്ടോൺസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂസൊക്കെ നെഗറ്റീവാണ്. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TMS സാമ്പിളുമായിട്ട് എന്ത് ചെയ്യില്ല, റിയാക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ഇനാക്റ്റീവായിട്ട് ആക്ട് ചെയ്യും. അതാണ് അതിൻ്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകത. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ അത് തെർമലി സ്റ്റേബിളാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ TMS ഒരു സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യും. ഏതിലൊക്കെ ഹൈഡ്രജൻ, അതുപോലെ കാർബൺ, സിലിക്കൺ, ടിൻ, ഇത്രയും NMRസിൽ TMS ആണ് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് അറിയേണ്ട വേറെ കുറച്ച് NMR കൂടിയുണ്ട്. F19 NMRൽ CCl3F, അതുപോലെ CF2Cl, CF2Cl ഇതൊക്കെയാണ് സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ നൈട്രജൻ NMRലാണെങ്കിൽ അമോണിയ, അതുപോലെ അമോണിയം നൈട്രേറ്റ്. അപ്പോൾ അതുപോലെ തന്നെ P31ൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോസ്ഫോറിക് ആസിഡാണ്. D2 എന്ന് പറയുന്ന D2 പറഞ്ഞാൽ H2ൽ യൂസ് ചെയ്യുന്നത് CDCl3 ആണ്. നമ്മൾ പ്രോട്ടോൺ NMRൽ CDCl3 ആണ് യൂസ് ചെയ്യുന്നത്. B11ൽ ബൊറോണിക് ആസിഡാണ് സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് കൂടി ഓർത്ത് വെക്കുക. ഇത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഒന്നുകൂടി F19 അതുപോലെ N14 നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തൊരു പോയിന്റ് പറയാനുള്ളത്, നമ്മൾ പ്രോട്ടോണിൻ്റെ ഷിഫ്റ്റാണ് കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രെങ്ത്, അപ്ലൈഡ് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പം 1.41 ടെസ്ല എന്നുള്ള ഒരു ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടോൺ അപ്രോക്സിമേറ്റ്ലി റെസനേറ്റ് ചെയ്യുന്നത് 60 മെഗാഹെർട്സിലാണ്. അതുപോലെ തന്നെ നമ്മൾ 2.35 ടെസ്ലയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് റെസനേറ്റ് ചെയ്യുന്നത് 100 മെഗാഹെർട്സിലാണ്. നമ്മൾ ഫ്രീ പ്രോട്ടോണിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസ് പറയുമ്പോൾ ഇപ്പോൾ ഒരാൾ 1.41 ടെസ്ലയിൽ എടുത്തു, അടുത്ത ആൾ 2.35 ടെസ്ലയിൽ എടുത്തു. ആ സമയത്ത് രണ്ടിലും റെസനേറ്റ് ചെയ്യുന്ന സെയിം പ്രോട്ടോൺ റെസനേറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ റേഷ്യോ നോക്കും. ആ റേഷ്യോ എങ്ങനെയാണെന്ന് നമുക്ക് വെച്ചാൽ ഇപ്പം 100 മെഗാഹെർട്സ് ഡിവൈഡ് ബൈ 60 മെഗാഹെർട്സ്. അതുപോലെ തന്നെ നമ്മളെ മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 5/3 ആണ് റേഷ്യോ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കെമിക്കൽ ഷിഫ്റ്റിന് നമ്മൾ ഒരു ഇക്വേഷൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റ് ഇൻ ഹെഡ്സ് ഡിവൈഡഡ് ബൈ സ്പെക്ട്രോമീറ്റർ ഫ്രീക്വൻസി ഇൻ മെഗാഹെർട്സ്. അങ്ങനെയാണ് കെമിക്കൽ ഷിഫ്റ്റിൻ്റെ വാല്യൂ കാണുന്നത്. അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ ഏത് ഫീൽഡിൽ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന കെമിക്കൽ ഷിഫ്റ്റിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, ഒരു സെയിം ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസ് കാണാം. അപ്പോൾ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഇൻ ഹെഡ്സ് ഡിവൈഡഡ് ബൈ സ്പെക്ട്രോമീറ്റർ ഫ്രീക്വൻസി ഇൻ മെഗാ ഹെഡ്സ്. ഹെഡ്സ് മെഗാ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ മെഗാ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ 10⁶ ഹെഡ്സ് ആണ്. അപ്പോൾ നമ്മൾ PPMലാണ് കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് സാമ്പിൾ മൈനസ് ഫ്രീക്വൻസി ഓഫ് റെഫറൻസ് ഡിവൈഡഡ് ബൈ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഇൻ മെഗാ ഹെഡ്സ് ഇൻറ്റു 10⁶ ppm.
അപ്പോൾ ഇവിടെ ഈ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഹെഡ്സിലായിരിക്കും. അപ്പോൾ രണ്ടും മെഗാ ഹെഡ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 10⁶ വെച്ചിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 10⁶ എന്നുള്ള ഒരു വാല്യൂ നമ്മൾ കെമിക്കൽ ഷിഫ്റ്റിൻ്റെ കൂട്ടത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ വാല്യൂ പറയുന്ന സമയത്ത് 3 ppm 2 ppm എന്നൊക്കെയാണ് പറയുക. അപ്പോൾ എങ്ങനെ ഈ 10⁶ എന്നുള്ളൊരു വാല്യൂ ഇവിടെ വന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അത് ഈ ഒരു കാര്യം, ഈ ഫ്രീക്വൻസി പറയുന്ന ഹെഡ്സിലായിരിക്കും, നമ്മൾ ഓപ്പറേറ്റീവ് ഫ്രീക്വൻസി വരുന്ന മെഗാ ഹെഡ്സിലായിരിക്കും. അപ്പോൾ നമ്മളതിന് രണ്ടും മെഗാ ഹെഡ്സ് എന്നുള്ള ഒരു ഡിവിഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 10⁶ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് അതൊന്നും നിങ്ങൾ കാര്യമായിട്ട് ഓർക്കണമെന്നില്ല. എന്തുകൊണ്ടാണ് 10⁶ എന്ന് വരുന്നതെന്ന് ചില വൈവാസിലെല്ലാം ചോദിച്ചു കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അതൊന്ന് പറഞ്ഞത്. അപ്പോൾ അടുത്തൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് ΔJ ഡിവൈഡഡ് ബൈ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി മെഗാ ഹെഡ്സ് ഇൻറ്റു 10⁶ ppm. അപ്പോൾ ഇത്ര ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടാണ് അധിക ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ വരും വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാകും. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ കെമിക്കൽ ഷിഫ്റ്റ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതൊരു സിഗ്നൽ നമ്മളെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ റെഫറൻസിന് എത്ര ഡിസ്റ്റൻസിലാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കെമിക്കൽ ഷിഫ്റ്റ് എന്നുള്ള ഒരു ടേം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ഇൻ ഹെഡ്സ് ഡിവൈഡഡ് ബൈ സ്പെക്ട്രോമീറ്റർ ഫ്രീക്വൻസി ഇൻ മെഗാ ഹെഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെമിക്കൽ ഷിഫ്റ്റിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഷിഫ്റ്റ് ഫ്രം TMS ഫോർ എ ഗിവൺ പ്രോട്ടോൺ ഡിപ്പെൻഡ്സ് ഓൺ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ആ ഒരു പോയിന്റും കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ കെമിക്കൽ ഷിഫ്റ്റിൻ്റെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് കാണാം 0ലാണ് TMS എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ TMSൻ്റെ ലെഫ്റ്റിലോട്ട് പോസിറ്റീവ് വാല്യൂ, റൈറ്റിലോട്ട് നെഗറ്റീവ് വാല്യൂ. അപ്പോൾ TMS ആണ് ഹൈലി ഷീൽഡഡ്. അപ്പോൾ അതിനേക്കാൾ ഷീൽഡിംഗ് ഉള്ള ഗ്രൂപ്പ്സ് ആണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ഷീൽഡിംഗ് ഉള്ള പ്രോട്ടോൺസ് വരുന്ന കേസിൽ നമ്മൾ റൈറ്റിലോട്ടായിരിക്കും അതിൻ്റെ വാല്യൂ. TMSനേക്കാളും കുറവ് ഷീൽഡിംഗ് ഉള്ളത് ലെഫ്റ്റിലോട്ടേക്ക് വരും. അപ്പോൾ TMSന് തൊട്ടടുത്തുള്ള നമ്മൾ അപ്പ് ഫീൽഡ്, അതിന് ദൂരേക്കുണ്ടെങ്കിൽ ഡൗൺ ഫീൽഡ് പറയും. അപ്പോൾ അങ്ങനെ രണ്ട് ടൈപ്പിൽ നമുക്ക് സ്കെയിലുണ്ട്. ഒന്ന് ടോ സ്കെയിലും ഒന്ന് ഡെൽറ്റ സ്കെയിൽ. ഇപ്പം കൊടുത്തിട്ടുള്ള ഡെൽറ്റ സ്കെയിലാണ്. രണ്ടും ppm തന്നെയാണ് പറയാം. അപ്പോൾ അത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ടോ = 10 - ഡെൽറ്റയാണ്. ഓക്കെ. അപ്പോൾ ഇതിന് ഡെൽറ്റ എന്ന് റോ എന്നൊക്കെ ചില ബുക്കിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഡെൽറ്റ, ഇത് ടോ എന്നാണ് പറയാറ്. അപ്പോൾ ഷീൽഡിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. ഷീൽഡിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഈ ഒരു 0ൻ്റെ അടുത്തേക്കായിരിക്കും അപ്പ് ഫീൽഡ്. ഷീൽഡിംഗ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഡീഷീൽഡഡ് ആണെങ്കിൽ 0ന്ന് കൂടുതൽ വാല്യൂസിലോട്ടേക്കായിരിക്കും പോവാം. ഓക്കെ, അതാണ് ഡൗൺ ഫീൽഡ്. അപ്പോൾ 0ൻ്റെ അടുത്തുള്ള വാല്യൂ ആണെങ്കിൽ ആ പ്രോട്ടോൺ ഹൈലി ഷീൽഡഡ് ആണ്. 0ന്ന് കൂടുതലുള്ള വാല്യൂ ആണെങ്കിൽ അത് കൂടുതൽ ഡീഷീൽഡഡ് ആയിട്ടുള്ള പ്രോട്ടോൺസ് ആണ്. അപ്പോൾ ആ ഷീൽഡിംഗ്, ഡീഷീൽഡിംഗ്, അപ്പ് ഫീൽഡ്, ഡൗൺ ഫീൽഡ്, ഈ ഒരു ടേംസ് 4 ടേംസ് ഉണ്ട്. 4 ടേംസിനെ കുറിച്ചിട്ട് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഷീൽഡിങ്ങും അപ്പ് ഫീൽഡും ഒരുപോലെ വരും, ഡൗൺ ഫീൽഡും ഡീഷീൽഡഡും ഒരുപോലെ വരും, ഒരേ ടേമായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്കത് കൺസെപ്റ്റ് മനസ്സിലായാൽ കുഴപ്പമില്ല. അതായത് നമ്മൾ ഷീൽഡിംഗ് ഉണ്ടെങ്കിൽ, അതായത് ഷീൽഡിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഉണ്ടാക്കുന്നതാണ് ഈ ഷീൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഷീൽഡിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ഫീൽഡ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെയുള്ള നമ്മൾ അപ്പ് ഫീൽഡ് എന്ന് പറയും. ഷീൽഡിംഗ് കുറവാണെങ്കിൽ നമ്മൾ കുറച്ച് ഫീൽഡ് കൊടുത്താൽ മതി, അതിനെ നമ്മൾ ഡൗൺ ഫീൽഡ് എന്ന് പറയും. അങ്ങനെയാണ് ആ 2 ടേംസ് വരുന്നത്. പിന്നെ 2 സ്കെയിലുണ്ട്. നമ്മൾ നോർമലി ഡെൽറ്റ സ്കെയിലാണ് പറയാറ്. ppm ആണ് യൂണിറ്റ് ആയിട്ട് പറയുക. ഇത്ര ppm, 2 ppm, 3 ppm ഇങ്ങനെയാണ് പറയുക. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇനി കുറേ ഫങ്ഷണൽ ഗ്രൂപ്പ്സിൻ്റെ റേഞ്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂസൊക്കെ നമ്മൾ ഏകദേശം നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ആ വാല്യൂസിനെ കുറിച്ചിട്ടൊരു നല്ല ധാരണ ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് അങ്ങനെ എളുപ്പ വഴി അല്ലെങ്കിൽ ബൈഹാർട്ട് പഠിക്കാനൊന്നും അധികം മെനക്കെടണ്ട. ഒരു റേഞ്ച് ഏകദേശം മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ ഒരു കെമിക്കൽ ഷിഫ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താലും മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു വാല്യൂ എല്ലാം കറക്റ്റായിട്ട് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ 2.3 എന്ന് പറഞ്ഞു, നിങ്ങൾ 2.3 തന്നെ പഠിച്ചിട്ട് പോകും. ചിലപ്പോൾ 2.354 എന്നൊക്കെ വാല്യൂസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ബൈഹാർട്ടൊന്നും പഠിക്കരുത്.
പക്ഷെ എന്ത് ചെയ്യണം, ആ റേഞ്ച് എത്രയാണെന്ന് മനസ്സിലാക്കണം. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസിനെ കുറിച്ചിട്ട് നല്ലൊരു ധാരണ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു റേഞ്ച് പഠിച്ചു വെക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഈ പറയുന്ന എന്തൊക്കെയാണ്, ഇത് സാധാരണ നമ്മളെ ആൽക്കൈൻസ് ആണ്. ആൽക്കൈൻസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 2 വരെ അതിന് റേഞ്ച് ഉണ്ട്. അതുപോലെ ഈ ഒരു പോർഷനിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CH2 ബൈൻഡ് ടു സം ഇലക്ട്രോനെഗറ്റീവ് ആറ്റം, അതിവിടെ വരും. അതുപോലെ ആൽക്കൈൻസ് 2 to 3 റീജിയനിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹാലൈഡ്സ് ആ ഒരു റീജിയൻ എന്ന് പറയുന്നത് 3 to 5 ആണ്. അതേപോലെ NH വരുന്നത് 0 to 5 റീജിയൻ, OH 0 to 5 റീജിയൻ വരുന്നുണ്ട്. ഇവിടെ ബെൻസീൻ്റെ റീജിയൻ എന്ന് പറയുന്നത് 7 to 8 ആണ് ഏകദേശം. ആൽക്കീൻ എന്ന് പറയുന്നത് 5 to 6 റീജിയനിലാണ് വരുന്നത്. ആൽഡിഹൈഡ് 9 to 10 വരും. അതുപോലെ ആസിഡ് 11 to 12 വരും. അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം ഒരു റീജിയൻ. അപ്പോൾ അടുത്ത സ്ലൈഡിൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ പറ്റുമെങ്കിൽ ഏകദേശം മെയിനായിട്ടുള്ള ഗ്രൂപ്പ്സിൻ്റെ ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അതായത് ആസിഡ് 11 to 10 അല്ലെങ്കിൽ 10 to 12 എന്നുള്ള റീജിയനിൽ ആസിഡ്സ് വരും. അതുപോലെ 9 to 10 ആൽഡിഹൈഡ് വരിക. ഈ ആൽഡിഹൈഡ് വെച്ച് നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ. പിന്നെയുള്ളത് നമ്മൾ ബെൻസിൻ വരുന്ന കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ അരോമാറ്റിക് കോമ്പൗണ്ട്സിൽ 7 to 8 ആണ് ആ പ്രോട്ടോൺസ് വരുന്നത്. ആൽക്കീൻസ് ആണെങ്കിൽ 5 to 6, പക്ഷേ ആൽക്കൈൻസ് ആണെങ്കിൽ 2 to 3, ആൽക്കൈൻസ് ആണെങ്കിൽ 0 to 2. അങ്ങനെയുള്ള കുറച്ച് വാല്യൂസ്, കുറച്ച് ഐഡിയാസ് അതിനെക്കുറിച്ച് ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആൽക്കൈൻസിൻ്റെ കേസിൽ ഇതുപോലെയുള്ള പ്രോട്ടോൺസ്, അതായത് നമ്മളെ എന്താണ് പറയുക, 3 മെമ്പേർഡ് റിങ്ങിൽ ഉള്ള പ്രോട്ടോൺസ് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ 0 to 1 ppm ആണ് ഏകദേശം വരിക. ഇനി അടുത്ത് നമ്മൾ RCH3, അതായത് പ്രൈമറി ആൽക്കൈൻസ് ആണെങ്കിൽ 0.9 to 1.2 റീജിയനിലാണ് വരിക. സെക്കൻഡറി ഹൈഡ്രജൻ CH2 ഹൈഡ്രജൻസ് എന്ന് പറയുന്നത് 1.3 to 1.5 ആണ്. അതുപോലെ ടെർഷ്യറി ഹൈഡ്രജൻ എന്ന് പറയുന്നത് 1.5 to 1.9 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും എന്താണ്, ഇവിടെ പ്രൈമറിയിൽ 0.9 to 1.2 ആണ്, സെക്കൻഡറിയിൽ 1.3 to 1.5 ആണ്, ടെർഷ്യറി ആകുമ്പോൾ 1.5 to 1.9 ആണ്. അടുത്ത നോക്കാം, ആൽക്കീൻസ് എന്ന് പറയുന്നത് ആൽക്കീൻസിലെ പ്രോട്ടോൺസ് 4.5 to 6.5 അല്ലെങ്കിൽ 4 to 6 ആ ലെവലിലാണ് ആൽക്കീൻസ് വരുന്നത്. ആൽക്കൈൻസ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറച്ചും കൂടി അപ്ഫീൽഡ് ആണ്, 2 to 3. ഇപ്പോൾ ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അനൈസോട്രോപ്പി വെച്ചിട്ട് നമ്മൾ പറയണം. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കെമിക്കൽ ഷിഫ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും എന്തുകൊണ്ടാണ് ആൽക്കീൻ ഈ ഒരു റീജിയനിൽ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ നോർമലി എല്ലാം പറയുമ്പോൾ ആൽക്കൈൻ എന്നാണ് പറയുക. പക്ഷെ ഇവിടെ ആൽക്കൈൻ കഴിഞ്ഞിട്ട് ആൽക്കൈനാണ് വരുന്നത്. അതിൻ്റെ റീസൺ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ആൽക്കിൻസ് എന്ന് പറയുന്നത് 4 to 6.5 വരും. ആൽക്കൈൻസ് എന്ന് പറയുന്നത് 2 to 3 റീജിയനിലാണ് അതിൻ്റെ പ്രോട്ടോൺസ് റെസൊനേറ്റ് ചെയ്യുക. ആൽക്കഹോൾസിൻ്റെ കേസിൽ 1 to 5 എന്നുള്ള റീജിയനിലാണ് ആൽക്കഹോൾസ് പറയുക. അരോമാറ്റിക് ആൽക്കഹോൾസ് ആണെങ്കിൽ 4 to 8 ആണ്. അമീൻസിൻ്റെ കേസിൽ 1 to 5.5 ആണ് വരുന്നത്. അനിലിൻ്റെ കേസിൽ അത് 3 to 5.5 ആണ്. അപ്പോൾ അരോമാറ്റിക്കിലോട്ട് വരുമ്പം അത് എന്തായിട്ട് മാറി, ഡൗൺ ഫീൽഡിലോട്ടേക്ക് പോയി. അതായത് അതിന് ഷീൽഡിങ് കുറവാണ്. കാരണം എന്താ, അരോമാറ്റിക് റിങ് ഇലക്ട്രോൺ ഡെൻസിറ്റി എല്ലാം അരോമാറ്റിക് റിങ്ങിലോട്ടേക്ക് വരും. അപ്പോൾ പ്രോട്ടോണിൻ്റെ അടുത്തുള്ള ഡെൻസിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. അത് ഡൗൺ ഫീൽഡിലോട്ടേക്ക് പോകും. അപ്പോൾ അരോമാറ്റിക് ആൽക്കഹോൾ എന്ന് പറയുന്നത് 4 to 8 ആണ്. അനിലിൻ എന്ന് പറയുന്നത് 3 to 5.5 ആണ്. ഇനി ആൽഡിഹൈഡിൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ അത് 9 to 10.5 വരെ വരാം. അതുപോലെ കീറ്റോൺസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു CH3നെ കുറിച്ചാണ് പറയുന്നത്. കീറ്റോൺ എന്ന് പറയുമ്പോൾ ഈ ഗ്രൂപ്പ് അല്ല, നമ്മൾ ഹൈഡ്രജൻ NMR ആണ് പറയുന്നത്. അപ്പോൾ CH3യിലെത്തിയാണ് 2 to 2.5. നമ്മൾ CH3 നോർമലി ആണെങ്കിൽ 0.9 to 1.2 ആണ്. അത് ഒരു CO ഗ്രൂപ്പ് പോയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 2 to 2.5 വരും. അതുപോലെ ആസിഡിൻ്റെ OHലെ ആ ഹൈഡ്രജൻ എന്ന് പറയുന്നത് 10 to 12.5 വരിക. അമൈഡ്സിൻ്റെ ഈ NH2ലെ ആ പ്രോട്ടോൺ എന്ന് പറയുന്നത് 5 to 9 നമ്മൾ അമീനിലെത്തത് എന്ന് പറഞ്ഞാൽ 1 to 5.5 ആണ്.
അത് ഒരു CO ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി 5 to 9 റീജിയനിലോട്ടേക്ക് മാറി. അതുപോലെ ഇനി കാർബൺ ഒരു ഇലക്ട്രോ നെഗറ്റീവായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോട്ടോൺ ഇപ്പോൾ RCH2Xൽ ആ ഹൈഡ്രജൻസിൻ്റെ ഒരു ppm ആണ് പറയുന്നത്, അതിൻ്റെ കെമിക്കൽ ഷിഫ്റ്റാണ് പറയുന്നത്. നോർമലി 2 to 4.5 വരെ നമുക്ക് പറയാം. അപ്പോൾ ഈ ഹാലൈഡ് അയഡിൻ ആണെങ്കിൽ 2.6 ആയിരിക്കും ഈ പ്രോട്ടോൺ അബ്സോർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെസനേറ്റ് ചെയ്യുന്നത് എൻ്റെ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ. ബ്രോമിൻ ആണെങ്കിൽ 2.7 to 4.1 ആണ്. ക്ലോറിൻ ആണെങ്കിൽ 3.1 to 4.1 ആണ്. ഫ്ലൂറിൻ ആണെങ്കിൽ കുറച്ചും കൂടി ഡൗൺ ഫീൽഡിലോട്ട് പോയി 3.8 to 4.8 ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ ആ വാല്യൂസൊക്കെ ഏകദേശം ഒരു റേഞ്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത നമ്മൾ ROCH3 അതിലത്തെ ഈ CH3ൻ്റെ ഒരു വാല്യൂ എവിടെയാണ് വരുന്നത്, അത് 3.1 to 4.5 ആണ്. അതായത് CH3 അറ്റാച്ച്ഡ് ടു ആൻ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ആണ് പറയുന്നത് 3.1 to 4.5. അപ്പോൾ ഇതിലത്തെ ഈ വാല്യൂസ് ഇവിടെ നോക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല CH3 ഒരു CO ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2 to 2.5 ആണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. പക്ഷേ CH3 ഒരു ഇലക്ട്രോ നെഗറ്റീവായിട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് 3.1 to 4.5 വരുന്നത്. അപ്പോൾ ഈ രണ്ട് വാല്യൂസിനൊരു പ്രത്യേകതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അധിക ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തു വരുമ്പം ഒന്നിക്കൽ COCH3 അല്ലെങ്കിൽ OCH3 അതിലേതാണെന്ന് എപ്പോഴും കൺഫ്യൂഷൻ വരും ആ വാല്യൂസ് വെച്ചിട്ട്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. കാരണം ഇതിൻ്റെ റീജിയൻ 2 to 2.5 ഇത് 3.1 to 4.5. അതായത് ഡെൽറ്റ വാല്യൂ കൂടുതലാണെങ്കിൽ 3 to 4 റീജിയണിലാണെങ്കിൽ OCH3 ആണ്, അല്ല 2 to 2.5 ആണെങ്കിൽ COCH3 ആണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്തും ഓർഗാനിക് പാർട്ട് ചെയ്യുന്ന സമയത്ത് അധികം വരുന്ന ഒരു സംശയമാണ്. നമ്മളെ മോളിക്കുലർ ഫോമിലെല്ലാം വെച്ച് നമ്മൾ ചെയ്യും, അവസാനം COCH3 ആണോ OCH3 ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ആ കേസിൽ നിങ്ങൾക്ക് ഈ ഒരു വാല്യൂസ് വളരെ ഉപകാരപ്പെടുന്ന രണ്ട് വാല്യൂസാണ്. CH3 അറ്റാച്ച്ഡ് ടു CO എന്നാണെങ്കിൽ 2 to 2.5, CH3 അറ്റാച്ച്ഡ് ആൻഡ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ഓക്സിജൻ ആണെങ്കിൽ 3.1 to 4.5. അടുത്ത ഇനോളിക് OH ആണ്. ഇനോളിക് OHൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 13 to 18 ആണ്. അപ്പോൾ ഒരു കോമ്പൗണ്ടിൽ ഇനോളിക് OH ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ വാല്യൂ എത്ര വരുന്നത് 13 to 18 ആണ്. ppm എല്ലാം ppm ആണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ബെൻസീനാണ്. ബെൻസീനിലത്തെ എല്ലാ ഹൈഡ്രജൻസും എന്താണ് ഈക്വലൻ്റ് ആണ്, നമുക്ക് സിംഗിൾ സിഗ്നലാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 6 to 8 ആണ്. ഒരു ആവറേജ് 7.2 7.6 7.5 ആ ഒരു റീജിയണിലാണ് നമുക്ക് എപ്പോഴും വാല്യൂസ് വരിക. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്താണ് അരോമാറ്റിക് റിങ്, അത് ബെൻസീൻ്റെ പ്രോട്ടോൺസ് ആണ്. ഇനി അതിലേക്ക് ഒരു CH3 അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു CH3ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 to 2.5 ആണ്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ ഏകദേശം അതേ വാല്യൂ തന്നെ ആണ് വരുന്നത് 2 to 2.5. ഇവിടെ കൊടുത്തിട്ടുള്ള ബാക്കിയുള്ള ഹൈഡ്രജൻസിൻ്റെ വാല്യൂ ആണ് 6 to 8 എന്ന് പറയുന്നത് ബാക്കിയുള്ള ഹൈഡ്രജൻസിൻ്റെയും. CH3 ഹൈഡ്രജൻ്റെ വരുന്നത് 2 to 2.5 ആണ്. അടുത്തത് ഇതേപോലെ തന്നെ അരോമാറ്റിക് അല്ല, CH3യിലേക്ക് ഒരു CH3ൻ്റെ ഒരു അല്ലെങ്കിൽ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ട് ആണെങ്കിൽ അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഈ CH3യിലെ ഹൈഡ്രജൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ കെമിക്കൽ ഷിഫ്റ്റ് പറയുന്നത് 1.5 to 2 ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് 2 to 2.5 ആണ്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി അപ്പ് ഫീൽഡിലാണ് ആര് വരുന്നത്. ജസ്റ്റ് ഒരു ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ ഉണ്ടെങ്കിൽ 1.5 to 2 ആണ്. പക്ഷെ അരോമാറ്റിക് റിങ്ങിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അത് 2 to 2.5 ആണ്. അതൊരു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തിലേക്കാണ് വന്നിട്ടുണ്ടെങ്കിൽ 3.1 to 4.5 ആണ്. അപ്പോൾ ആ ഒരു വാല്യൂസ് കൂടി ഒന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഇതിലത്തെ വാല്യൂസ് ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതി ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് അതൊരു പ്രാക്ടീസ് ആയിട്ട് വരും. അപ്പം ബൈഹാർട്ട് പഠിക്കാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ പഠിക്കുക, അല്ലാതെ പക്ഷെ ഇങ്ങനെ കറക്റ്റ് ഈ പെർട്ടിക്കുലർ വാല്യൂ തന്നെ ആവണമെന്നില്ല. അതുകൊണ്ടാണ് ആരും ഇത് ബൈഹാർട്ടൊന്നും പഠിക്കാത്തത്. ജസ്റ്റ് ആ ഒരു ബ്രോഡ് ഐഡിയ ഉണ്ടായിരിക്കണം ഏകദേശം എവിടെയൊക്കെ വരും എന്നുള്ളതിനെ കുറിച്ചിട്ട്. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം മാത്രമേ നമുക്കത് ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് വരും. അടുത്ത പറയാനുള്ളത് പിരിഡിയിലാണ്. പിരിഡിയിലെ പ്രോട്ടോൺസ് 7 to 8.5 ആണ്. നമ്മൾ അരോമാറ്റിക്കിൽ പറഞ്ഞ പോലെ തന്നെ ഓർത്തോയിലുണ്ടെങ്കിൽ 8, മെറ്റിലുണ്ടെങ്കിൽ 7.5,
പാരലൽ ഉണ്ടെങ്കിൽ 7.1. അപ്പോൾ ഈ വാല്യൂസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. ടെക്സ്റ്റ് ബുക്ക് മാറുന്നതനുസരിച്ച് ഓരോ ജസ്റ്റ് ആ ഒരു മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 7 to 8.5 അടുത്ത് തന്നെ വാല്യൂസ് ഉണ്ടാകും. എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഏകദേശം എത്രയാണ് വാല്യൂസ് വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിലാണെങ്കിൽ തയോഫിലാണെങ്കിൽ 6 to 7.5, ഫ്യൂറൈലിലാണെങ്കിൽ 6 to 7.5, പൈറോളിലാണെങ്കിൽ 6 to 6.8, തയോഫിലാണെങ്കിൽ 7 to 7.5. അപ്പോൾ ഏകദേശം എല്ലാം 6 to 7.5 ഇടയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കോമ്പൗണ്ട്സ് ഒക്കെ വരുന്നത്, ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സിൻ്റെ എല്ലാം. നെക്സ്റ്റ് 16 അനുലീനാണ്. അപ്പോൾ ഈ അനുലീൻസ് നമ്മൾ അരോമാറ്റിസിറ്റി എന്നുള്ള വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ അനുലീൻസിനാണ് നമ്മൾ അരോമാറ്റിക്, ഏതൊക്കെയാണ് നോൺ അരോമാറ്റിക്, ആൻറ്റി അരോമാറ്റിക്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ. അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് കൂടി ഒന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അരോമാറ്റിസിറ്റി, അൻലീൻസിലെ അരോമാറ്റിസിറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അരോമാറ്റിക് ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് കൂടി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് 16 അനുലിയിൽ 2 ടൈപ്പ് പ്രോട്ടോൺസ് ഉണ്ട്. ഒന്ന് ഇന്നർ പ്രോട്ടോണും ഒന്ന് ഔട്ടർ പ്രോട്ടോണും. അപ്പോൾ രണ്ടും എന്താണ്, ഡിഫറെൻറ്റ് കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ ആണ് ഉള്ളത്. അപ്പോൾ ഇന്നർ പ്രോട്ടോൺസ്, അതായത് ഈ 4 ഇന്നർ പ്രോട്ടോൺസിന് കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 10.3 ppm ആണ്. ഔട്ടർ പ്രോട്ടോണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 5.2 ppm ആണ്. ഏതിൻ്റെ കേസിൽ? 16 അനൂലിൻ്റെ കേസിൽ. ഇനി നമ്മൾ 18 അനൂലിനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ 6 ഹൈഡ്രജൻസ് ഇന്നർ പ്രോട്ടോൺസ് ഉണ്ട്, അതുപോലെ ബാക്കി ഔട്ടർ പ്രോട്ടോൺസ് ഉണ്ട്. ഇവിടെ എന്താണ്, 2 വാല്യൂസ് ആണ് ഉള്ളത് കെമിക്കൽ ഷിഫ്റ്റിന്. ഇന്നർ പ്രോട്ടോൺസിന് നെഗറ്റീവ് വാല്യൂ ആണ് ഉള്ളത്, -18 ppm അല്ലെങ്കിൽ -19 ppm എന്നും കണ്ടിട്ടുണ്ട്. അപ്പോൾ -18 ppm ആണ് ഇന്നർ പ്രോട്ടോൺസിൻ്റെ വാല്യൂ. ഔട്ടർ പ്രോട്ടോൺസിൻ്റെ വാല്യൂ 8.9 അല്ലെങ്കിൽ 8.8 ppmലാണ് ഔട്ടർ പ്രോട്ടോൺസ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നെഗറ്റീവ് വാല്യൂ കണ്ടു. നമ്മൾ TMSന് 0 ആണ്. നെഗറ്റീവ് വാല്യൂ ഉള്ള ഒരു കോമ്പൗണ്ട് എന്താണ്, 18 അനുലീൻ ഉണ്ട്. അതുപോലെ പോർഫയറിൻ്റെ കേസിലാണെങ്കിലും -2 ആണ് ഇന്നർ പ്രോട്ടോൺസിൻ്റെ വാല്യൂ. അത് ഇന്നർ പ്രോട്ടോൺ എന്ന് പറയുന്നത് NH-ലത്തെ ആ ഹൈഡ്രജൻ്റെ വാല്യൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസ് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും വാല്യൂസ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതോറും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ വാല്യൂസ് നിങ്ങൾക്ക് തനിയെ തന്നെ വരും. അപ്പോൾ ഏകദേശം റേഞ്ചും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ 1-2 എക്സാമ്പിൾസ് കൂടി പറയാം. അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട്, അതായത് സ്പെക്ട്രോസ്കോപ്പി കംപ്ലീറ്റ് ചെയ്തിട്ട് സ്ട്രക്ചറൽ ഇലൂസിഡേഷൻ്റെ കുറേ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്കത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറേ വാല്യൂസാണ് കൊടുത്തിട്ടുള്ളത്. ഈ വാല്യൂസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും ബേസ് വാല്യൂ ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും എന്താണ് ഈ കെമിക്കൽ ഷിഫ്റ്റ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു സിഗ്നലിൽ റെഫറൻസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ പൊസിഷനാണ് നമ്മൾ കെമിക്കൽ ഷിഫ്റ്റ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. 2 സ്കെയിലുണ്ട്, ഡെൽറ്റ സ്കെയിലും ടോ സ്കെയിലും. അതുപോലെ തന്നെ ഷീൽഡിങ്, ഡീ ഷീൽഡിങ്, അപ്പ് ഫീൽഡ്, ഡൗൺ ഫീൽഡ്, ഇങ്ങനെയുള്ള 4 ടേംസ് ഉണ്ട്. ആ 4 ടേംസും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ 4 ടേംസ് വെച്ചിട്ടാണ് നമ്മൾ കെമിക്കൽ ഷിഫ്റ്റ് ഒക്കെ പറയുക. അപ്പോൾ ആ കൺസെപ്റ്റും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏകദേശം മെയിനായിട്ടുള്ള കോമ്പൗണ്ട്സിൻ്റെ ഒക്കെ ഒരു കെമിക്കൽ ഷിഫ്റ്റ് ഏകദേശം റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നവർ അതൊക്കെ ഒന്ന് കുറച്ചും കൂടി നന്നായിട്ട് 1-2 പ്രാവശ്യമൊക്കെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ റേഞ്ചൊക്കെ ഏകദേശം മനസ്സിലാകും. അപ്പോൾ റേഞ്ച് പഠിച്ച് വെക്കുക. എക്സാക്റ്റ് വാല്യൂ ഒന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, കാരണം അത് അറ്റാച്ച് ചെയ്യുന്ന ഗ്രൂപ്പുമായിട്ട് ഗ്രൂപ്പ് മാറുന്നതനുസരിച്ചിട്ട് അതിൻ്റെ വാല്യൂസ് എന്ത് ചെയ്യും, കുറച്ച് മാറ്റങ്ങൾ വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കെമിക്കൽ ഷിഫ്റ്റ് പറയുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും കുറേ ഫാക്ടേഴ്സ് വെച്ചിട്ട് ആണ് നമുക്ക് ഈ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട്, ഇപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഒരു വാല്യൂ പഠിക്കുന്ന പോലെ കെമിക്കൽ ഷിഫ്റ്റ് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഒന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ എൻവയോൺമെൻറ്റ് മാറുന്നതനുസരിച്ചിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരും. പക്ഷേ റേഞ്ച് ഏകദേശം ഒരുപോലെ തന്നെ ഉണ്ടാവും. ഇതന്നെയാണ് നമ്മൾ IR സ്പെക്ട്രോസ്കോപ്പിയിലുള്ള പ്രശ്നം. നമുക്കൊരു റേഞ്ച് പഠിച്ചു വെക്കാനേ പറ്റുള്ളൂ. എക്സാക്റ്റ് ഇന്ന വാല്യൂ ഒന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് കെമിക്കൽ ഷിഫ്റ്റിൻ്റെയും കാര്യം. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക, 1-2 പ്രാവശ്യം കൂടി അതൊന്ന് നോക്കുക. അപ്പോൾ അത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.